Okay, good morning. Module 2 ecosystem. Question paper, previous question paper ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിനെയും ഞാൻ നിങ്ങളുടെ ടോപ്പിക് ലെസൺ അനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. ലെസൺ 6 ഇൻട്രൊഡക്ഷൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് എക്കോസിസ്റ്റം ആണ്. ലിസ്റ്റ് ഓഫ് എനി ബയോട്ടിക് കോമ്പണൻറ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം. അബോട്ടിക് കോമ്പണൻസിനെ കുറിച്ചാണ് 4 അബോട്ടിക് കോമ്പണൻസ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നാച്ചുറൽ എക്കോസിസ്റ്റവും ഉണ്ട്, മാൻ മെയ്ഡ് എക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റം ഉണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം തന്നെ കരയിലുള്ള ടെറിസ്റ്റേറിയൽ എക്കോസിസ്റ്റം, അക്വാട്ടിക് എക്കോസിസ്റ്റം. ദിസ് എക്കോസിസ്റ്റം റിലേറ്റഡ് ടു ബയോട്ടിക് കോമ്പണന്റ് ലിവിംഗ് ഓൺ ലാൻഡ് ഓർ ഗ്രൗണ്ട്. എക്കോസിസ്റ്റം ദിസ് എക്കോസിസ്റ്റം റിലേറ്റഡ് ടു കമ്മ്യൂണിറ്റി ലിവിംഗ് ഇൻ ആൻ ഓർഗാനിസം. ജീവനുള്ള ജീവി വസ്തുക്കൾ വെള്ളത്തിൽ ജീവിക്കുന്നതിന് അക്വാട്ടിക് എന്ന് പറയുന്നു. ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ദ മെയിൻറ്റെയിൻ ആൻഡ് ആർട്ടിഫിഷ്യലി ബൈ മാൻ. ദിസ് ഈസ് ആർ ദ മെയിൻറ്റെയിൻഡ് ആൻഡ് ആർട്ടിഫിഷ്യലി ബൈ മാൻ ആണ്. അതുപോലെ തന്നെ എനർജി ലെസൺ നമ്പർ 7 എനർജി ഫ്ലോ ഇൻ എക്കോസിസ്റ്റം, എക്കോളജിക്കൽ സക്സഷൻ. അതുപോലെ ലെസൺ നമ്പർ 8 ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് അക്വാട്ടിക് എക്കോസിസ്റ്റം, ദെൻ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് എല്ലാവരും അത് വിട്ട് കളയുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം വരയ്ക്കുമ്പോൾ ഫ്ലോ ചാർട്ടൊക്കെ വരയ്ക്കുന്നത് നല്ലതാണ്. ഇതിനകത്ത് ഡിഫൈൻ എക്കോളജി എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എഴുതരുത്. ഡിഫൈൻ എക്കോളജി എന്ന് പറയുമ്പോൾ എക്കോളജി എന്താണെന്ന് തന്നെ എഴുതണം. എക്കോളജി ഈസ് എ സ്റ്റഡി ഓഫ് എർത്ത്സ് ഹൗസ്ഹോൾഡ് ഇൻക്ലൂഡിംഗ് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗൻസ് ആൻഡ് മാൻ അതർ as an interdependent components. It is nothing but environmental biology, ecology, link of biology, physics and social science. Okay, ecology is the study of earth households include plant, animal, microorgans and man together as an interdependent component ആണ്. സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് വാട്ട് മീൻസ് ബൈ ബയോമി. ഒക്ടോബർ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബയോമി ഈസ് എ ബയോട്ടിക് കമ്മ്യൂണിറ്റി വിത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കൺസിഡേർഡ് ടുഗദർ ആസ് ആൻ ഇൻ്ററാക്റ്റിംഗ് യൂണിറ്റ്. Biome is a biotic community with plants and animals considered together as an interactive unit. It is a large area with similar microorganisms and organics. Chief characteristic of biome is outlined by complex community. Biome are very large ecosystem, major ecosystems and are the bigger than the community. Biome of the world are classified on the basis of habits and environment conditions: mountain, grassland, marine, desert. These are the different biomes. Classification of biome mainly 2 types: aquatic biome and terrestrial biome. Aquatic biome in another classification freshwater, marine and estuarine. Terrestrial biome are the land subdivided into forest, grass and desert. ഇത്രയും കാര്യങ്ങൾ മുഴുവനും എഴുതുമ്പോഴാണ് ബയോമി എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ ആയാലും ബയോമി വാട്ട് ഈസ് മീൻ ബൈ ബയോമി എന്ന് ചോദിച്ചാലും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നതെന്ന് ശ്രദ്ധിക്കുക. ഗ്രാസ് എക്കോസിസ്റ്റം, ഡെസേർട്ട് എക്കോസിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇതിന് ഡെഫിനിഷൻ നമുക്ക് നിർബന്ധമായിട്ടും വേണം. സോ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ഗ്രീൻ പ്ലാന്റ് ത്രൂ എ സീരീസ് ഓഫ് ഓർഗൻസ് വിത്ത് റിപ്പീറ്റ് ഈറ്റിംഗ് ബീങ് ഈറ്റൺ ഈസ് കോൾഡ് ഫുഡ് ചെയിൻ. It is based on the transfer of energy from sun through biological system. Transfer of energy from producer through a series of organs with a repeated stage of heating and being eaten is known as a food chain എന്ന് പറയുന്നത്. പിന്നീട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിനുകളുണ്ട്. ഒന്ന് ഗ്രാസ് ഫുഡ് ചെയിന്. The consumer which utilize the living plants parts of their food or energy sources consist of grazing food chain.
Then detourious and to start from the dead organic material. താഴെ നിങ്ങൾ എന്ത് ചെയ്യുകയും ചെയ്യുക, ഈ ഫിഗർ, അതായത് മീൻ പ്ലാന്റ്സ് ടു അനിമൽ, പ്ലാന്റ്സ് ടു ഗോട്ട് മാൻ, പ്ലാങ്ക്സ്റ്റോൺ, സൂ പ്ലാങ്ക്സ്റ്റോൺ, ലിറ്റിൽ ഫിഷ്, ബിഗ് ഫിഷ്, ഇത് ഫിഗർ കൂടെ വരയ്ക്കുക. നെക്സ്റ്റ് ഈസ് ഫുഡ് വെബ്. വെബ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് സിമ്പിൾ ഫുഡ് ചെയിൻ occur only rarely. Several food chains linked together and interact with each other to form a network is known as a food web. ചിത്രം കാണിച്ചിട്ടുണ്ട്, ചിത്രം കൂടെ വരയ്ക്കുക. മൃഗങ്ങളുടെ പടം വരയ്ക്കണം എന്നല്ല പറയുന്നത്, അതിൻ്റെ പേര് എഴുതിക്കൊണ്ട് ഡിഫറെൻറ്റ് ആ ലിങ്കുകൾ കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അടുത്തത് ആൻഡ് സ്ട്രക്ചർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. Forests are formed community of land plants with predominantly defined tree, shrub, climber and ground cover. Then the first part ആയിട്ട് നമ്മൾ എഴുതുക ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ 1, 2, 3 എന്ന് എഴുതിയാൽ മതി. ടൈപ്പ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ് ചോദിക്കുന്നത് എങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഡെലീഷ്യസ്, കോൺഫിഷ്യസ്, ട്രോപ്പിക്കൽ റെയിൻ, ഗ്രീൻ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ്. അതിന് മാർക്കുണ്ട്, 4 മാർക്കോളം വരും. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഒന്ന് തന്നെയാണ്. സ്ട്രക്ചർ ആയിട്ടാണ് ബയോട്ടിക് കോമ്പണൻറ്റും അബോട്ടിക് കോമ്പണൻറ്റും. അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഫങ്ഷനാണ്. ഫോറസ്റ്റ് abortic components, this include basic inorganic and organic components present in the soil and atmosphere. In addition to dead organic debris is also found littered in forest. Biotic components, the living organism present in the food chain occur in the following order. Producers, these are the plants and trees. It captures sun energy and produce food through photosynthesis. Trees are the different kind and species depends upon the type of forest developed in the climate. Beside the variety species of trees, there are present shrub, ground vegetation. The consumers, primary consumers, secondary consumers and tertiary consumers. The primary consumers are the herbivores which feed on tree leaf and leaf hopper, bug, spider, and the large animals as like elephant, deer, squirrel, monkey. Secondary consumers are the carnivores and feed on the herbivores, snake, bird, lizard, fox. Tertiary consumers are the top carnivores which feed on secondary consumers, lion, tiger, decomposers. This include wide variety of dead organic or organic microorganisms, bacteria, fungi. That's and another name is a saprotropic level. They attract the dead or decayed bodies of organism and those decomposition take place. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇത് ഈ സ്ട്രക്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ദ ഫോറസ്റ്റ് വാം ക്ലൈമറ്റ് ആൻഡ് അബ്ഡിക്വൻ്റ് റെയിൻഫാൾ എബോവ് 75 mm ആണ്. ഫോറസ്റ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് സീസൺ ഓഫ് അബൌട്ട് ഈക്വൽ ലെങ്ത്. ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ബയോഡൈവേഴ്സിറ്റി. Forest as a tall, dense tree with many wild animals. Soil of the forest is rich in organic matters and nutrients. Forest grow very slowly. Forest provide various resources for man.
അവൻ ഇങ്ങനെ ഡിഫൈൻഡ് ആയിട്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയി 1, 2, 3 എന്ന് എഴുതിയിട്ട് ക്യാരക്ടറിസ്റ്റിക് എഴുതുന്നതാണ് നല്ലത്. ലിസ്റ്റ് എനി ഫോർ ബയോട്ടിക് കോമ്പണൻറ്റ് ഓഫ് ആൻ എക്കോസിസ്റ്റം. Biotic, it is a non-living component. It's include first one is the climate. Climate is precipitation, temperature, light and other physical matters. Then organic substance, elements like carbon, nitrogen, hydrogen, oxygen. Then organic component, carbohydrate, protein, lipids, human substance. Then fourth one is the minerals. Biotic component, it is a abiotic component, it is a non-living component of ecosystem including physical factors such as soil, temperature, light and water and chemical factors. Organic and inorganic component, chemical factors, physical factors, then climate factors. Organic substance, carbon, minerals, nutrients, cycles, organic substance including carbohydrate, lipids. അങ്ങനെ 4 കാര്യമായിട്ട് എഴുതുക. Then structure of abiotic component, aquatic ecosystem ആണ്. ഈ aquatic ecosystem എന്ന് പറയുന്നത് ഡീൽ വിത്ത് ബയോട്ടിക് കമ്മ്യൂണിറ്റി പ്രസൻറ്റ് ഇൻ വാട്ടർ ബോഡിയാണ്. വെള്ളത്തിൽ ജീവിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നേരത്തെ പറഞ്ഞു ലിവിങ് ബീയിങ്സ് വെള്ളത്തിലാണെന്നുണ്ടെങ്കിലാണ് ടൈപ്പ്. ഫ്രഷും ഉണ്ട്, മെറൈനും ഉണ്ട്, ഫ്രഷ് അല്ലാത്തതും. അപ്പം ഫ്രഷ് വാട്ടറിനെ തന്നെ പോണ്ട്, ലേക്ക്, ഗ്ലൈസർ, സ്ട്രീം ഇങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മറൈൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സീ, ഓഷ്യൻ എന്ന 2 രീതിയിലുണ്ട്. ഇനി എസ്റ്റൂരിയൻ എന്ന് പറഞ്ഞ് മൂന്നാമതൊരു ഇത് ഫ്രഷ് വാട്ടറും സാൾട്ട് വാട്ടറും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എന്തുണ്ട്, ഒരു എക്കോസിസ്റ്റം ഉണ്ട് എന്ന്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ഈ ടൈപ്പിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫ്രഷ് വാട്ടർ, മറൈന് ആൻഡ് മറൈന്, എസ്റ്റൂരിയനും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നീടുള്ളത് സ്ട്രക്ചറാണ്. സ്ട്രക്ചറിൽ ആദ്യം വരുന്നത് ബയോട്ടിക് കോമ്പണൻ്റ് ആണ്. വാട്ടർ നേരത്തെ ഉണ്ടാവാത്തൊരു മാറ്ററാണ് വാട്ടർ. ബാക്കിയെല്ലാം നേരത്തെ മാതിരി തന്നെ ടെമ്പറേച്ചർ ഉണ്ട്, സോയിലുണ്ട്, ഓർഗാനിക് കോമ്പണൻസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫേറ്റ്സുകളുണ്ട്. ബയോട്ടിക് കോമ്പണൻസ് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഇൻക്ലൂഡ് വേരിയസ് ഓർഗൻസ് വിച്ച് ക്ലാസിഫൈ ടു നേരത്തെ മാതിരി തന്നെ. അപ്പോൾ വ്യത്യാസമുള്ളത് പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഗ്രീൻ പ്ലാന്റ്, ആൽഗ ആയിരിക്കും. ദെൻ കൺസ്യൂമേഴ്സ് ആയിട്ട് പ്രൈമറി കൺസ്യൂമേഴ്സ് ഉണ്ട്, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ദെൻ അതിൻ്റെയൊക്കെ പേരും പഠിച്ചു. ഇൻസെക്ടേഴ്സ്, ഫിഷ്, അതുപോലെ ടെറിഷറി കൺസ്യൂമേഴ്സ് ഉണ്ട്. ലാർജ് ഫിഷസ് ഉണ്ടാവും. ഡീകമ്പോസേഴ്സ്, ആനിമൽ കാസ്റ്റ്, ഡഡ്, ഡീക്കേയിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഡ്യൂട്ടേറിയസ്, ബോട്ടം ഓഫ് പ്ലാന്റ്, ഡീകമ്പോസേഴ്സ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിന് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെ ലാൻഡ് പിന്നെ അക്വാട്ടിക് എക്കോസിസ്റ്റം ആകുമ്പോൾ സമയത്ത് പ്യുവർ വാട്ടർ ആണെങ്കിൽ പ്യുവർ വാട്ടർ, അതുപോലെ മെറൈൻ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ സാൾട്ട് കൂടിയ വാട്ടർ ആയിരിക്കും. അതുപോലെ കൂടുതൽ ഫുഡ് നമുക്ക് നൽകുന്നതാണ്. ഡൈവേഴ്സ് ഓഫ് സ്യൂട്ട് ഓർഗാനിസംസ് ഉണ്ട്. ഹീറ്റ് എർത്തിന് കൂടുതലായിട്ട് കവർ ചെയ്ത ഭാഗമാണ് വാട്ടർ എന്ന് പറയുന്നത്. കൂടുതലും വാട്ടറാണ് കവർ ചെയ്തിരിക്കുന്നത്. പ്ലാങ്ക്സ്റ്റോൺ ആണുകളാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ളത്. Explain the concept and the role of biodiversity. ഒക്ടോബർ 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
Biodiversity. The term biodiversity is constructed of biological diversity. Diversity can be defined as the number of different items and their relative frequency. So, biodiversity can be classified into various and variety among living organisms and habits in which they live. Biodiversity include all life form from microorganisms to complex multicellular organisms such as plants, birds, fish and mammals. It includes the variety of living organisms, genetic difference among them and community and ecosystem in which they occur. The hierarchical level of biodiversity. Biodiversity expressed as a species richness. It is index of vegetation, process, success, its stability, composition and adaptation. The hierarchy taking of species, population, community, ecosystem, landscape with all biotic components. So the concept of biodiversity divided into three: genetic diversity, species diversity and ecosystem diversity. The genetic diversity. What is genetic diversity? Genetic diversity means the variation of genes within the species. This is the genetic variation between different population of the same species. Next one is the species diversity. Species diversity means the variety of species within a region. It is related to a given area. It measures on the basis of number of species in a region. No one knows the exact number of species because the new species begin discovered all the time. Next is environmental ecosystem diversity. Ecosystem diversity studies the difference between ecosystem type. In an ecosystem, there may be exist different land forms. Such type of land forms support different and specific vegetation. Ecosystem diversity is difficult to measure since the boundary of this community which exist various sub ecosystem are overlap with each other. ഒരു ക്വസ്റ്റ്യൻ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകാർക്ക് എപ്പോഴും താല്പര്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ബയോമാഗ്നിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ഒക്ടോബർ 2019 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതിന് മുമ്പും അതുപോലെ ചോദിച്ചിട്ടുണ്ട്. It is the problem of accumulating of pesticides in the body of animal. If the animal receives small quantity of pesticides in the food, it is unstable the climate. Then the concentration of pesticide increase within the body of animal. This process of accumulation within the cell of animal is called bioaccumulation or bioamplification. These pesticides is breakdown and product are the fat soluble and build up in fat of animal. When the affected animal is eaten by carnivores, those toxics are further concentrate in the body of carnivores, causing the diseases or death. The phenomenon of acquiring increasing the level of substance in the body of high trophic level organism is known as biological amplification. ആദ്യം കഴിക്കുന്ന ജീവികളെ സംബന്ധിച്ചായാലും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സിനെ സംബന്ധിച്ചാലും നമ്മളിടുന്ന DDT ആവട്ടെ ചെറിയ ചെറിയ പെസ്റ്റിസൈഡുകൾ കുറച്ച് കോൺസെൻട്രേഷനിലേ അതിൻ്റെ ശരീരത്തിലുണ്ടാവുള്ളൂ. പക്ഷെ അത് തന്നെ ഫാക്റ്റിൽ സോളുബിൾ ആയതുകൊണ്ട് അത് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറും. അത് അടുത്ത ജീവി വീണ്ടും കഴിക്കുക, ആ ജീവിയെ വീണ്ടും കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ശരീരത്തിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകും.
അപ്പോൾ ശ്രദ്ധിക്കുക, ദ കോൺസെൻട്രേഷൻ ഓഫ് പെസ്റ്റിസൈഡ് ഇൻക്രീസ് വിത്തിൻ ദ ബോഡി ഓഫ് ആനിമൽ ആണെങ്കിൽ, ഒരു ജീവിയിൽ തന്നെ അത് കഴിച്ചിട്ട് അതിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണെങ്കിൽ, പ്ലാന്റ്സിനെയും ഏറ്റവും ഫസ്റ്റ് പ്രൈമറി കൺസ്യൂമേഴ്സിന് മാത്രമാണ്. ദ പ്രോസസ് ഓഫ് അക്യുമുലേഷൻ വിത്തിൻ സെൽ ഓഫ് ആനിമൽ ബയോ അക്യുമുലേഷൻ ആണ്. അത് വീണ്ടും അടുത്തടുത്ത ജീവികളിലേക്ക് പോകും തോറും എന്തായിട്ട് മാറും? ഫിനോമിന ഓഫ് അക്വയറിങ് ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് സബ്സ്റ്റൻസ് in the body of a higher tropic level of organism is known as biomagnification അല്ലെങ്കിൽ ബയോ ആംപ്ലിഫിക്കേഷൻ. ഒരു എക്സാമ്പിളും കൂടെ വരച്ചു വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ DDT ഇൻ വാട്ടർ എന്ന് പറയുന്നത് 0.00003 ഉള്ളൂ ppm ആണ്. അതേസമയം അടുത്ത പ്ലാങ്ക്ടോണിലേക്ക് കയറുമ്പോഴേക്കും പ്ലാങ്ക്ടോണിലേക്കും അതിൽ നിന്ന് സൂം പ്ലാങ്ക്ടോൺ ഫോമിലേക്ക് എത്തുമ്പോഴേക്കും 0.04 ആയി. അത് വീണ്ടും വാട്ടറിൽ നിന്ന് ഫിഷിലേക്ക് എത്തുമ്പോൾ 0.5 ആയി. ദെൻ അത് ഫിഷിനെ കഴിക്കുന്ന മനുഷ്യരിലേക്ക് എത്തുമ്പോൾ 25 ppm ആയി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? പെർ കോൺസെൻട്രേഷൻ പെർ മോളിക്യൂളിൽ എന്തായിട്ട് എമൗണ്ട് കൂടിക്കൂടി വരുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ തന്നെ എപ്പോഴും താല്പര്യപൂർവ്വം ചോദിക്കുന്നൊരു ചോദ്യമാണ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സക്സഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു ജീവിവർഗം ഒരു സ്ഥലത്ത് ഉണ്ടായി വരുന്നതിനെയാണ്, അതവിടെ മുമ്പുണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം, ആ സമയത്ത് അതിലേക്ക് വളർന്നു വരുന്നതിനെയാണ് എക്കോളജിക്കൽ സക്സഷൻ എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് പ്രൈമറി സക്സഷൻ ഉണ്ട്. ഒട്ടും തന്നെ മുൻപില്ലാതെ ഒരു പുതിയ ജീവിവർഗം ഉണ്ടായി വരികയാണെങ്കിൽ പ്രൈമറി സക്സഷൻ എന്ന് വിളിക്കും. അതുപോലെ സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് എന്താ, നേരത്തെ ഉണ്ടായിരുന്നത് നശിച്ചു പോയിട്ട് ഫയർ കൊണ്ടോ തീ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നശിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുക? പുതിയൊരു ജീവിവർഗം അവിടെ കുടിയേറിയിട്ട് പുതിയതായിട്ട് വളർന്നു വരുന്നതിനെയാണ് മുൻപുള്ള വീഡിയോസ് നല്ലതുപോലെ കാണുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എ കൺസ്യൂമർ ബേസ്ഡ് ദെയർ മോഡ് ഓഫ് കൺസപ്ഷൻ. ഇവിടെ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് എന്താണ് യഥാർത്ഥ ജോലി? പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഭക്ഷണം തിന്ന് തീർക്കുക, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതിൽ തന്നെ പ്രൈമറി കൺസ്യൂമറിൻ്റെ ജോലി എന്താണ്, സെക്കൻഡറി കൺസ്യൂമറിൻ്റെ ജോലി എന്താണ്, ടെർഷറി കൺസ്യൂമേഴ്സിൻ്റെ ജോലിയാണ്, ആരൊക്കെയാണ് അതിൽ പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലെയിൻ ദി കൺസ്യൂമർ ബേസ്ഡ് മോഡ് ഓഫ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. പ്രൈമറിയും സെക്കൻഡറിയും ടെർഷറിയും എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത റീസൺ ഓഫ് ഗ്ലോബൽ വാർണിംഗ് ആൻഡ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ്. ഈ ഗ്ലോബൽ വാർണിംഗ് എന്ന് പറയുന്നത് പല മൃഗങ്ങളും എന്നല്ല ജീവവർഗങ്ങളും ഭൂമിയിൽ നിന്ന് നശിച്ചു പോവുകയാണ്. അത് മിക്കവാറും എന്താ പറയുക, ജീവവർഗങ്ങളിൽ ഞങ്ങളെ തിന്നിട്ടും നമ്മൾ നശിപ്പിച്ചിട്ടാണ് അത് തീരുന്നത്, ഇല്ലാതെയാവുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്ലോബൽ വാർണിംഗ് എന്ന് പറയുന്നത്? ആവറേജ് 1 ഫീഷസ് ഈസ് വാനിഷിങ് ഫ്രം ഗ്ലോബൽ ഫോർ എവർ ഈച്ച് ഡേ. ഒരു ദിവസം തന്നെ ഒരു ജീവി നഷ്ടപ്പെടുന്ന രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വി നോ ദ സ്പീഷീസ് ഓഫ് വേൾഡ് അബൌട്ട് 25% ആർ ലൈക്ലി വാനിഷ് ബൈ 2030 അൺലെസ് ദ ആക്ട് നൗ. ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 25% നഷ്ടപ്പെടുമെന്ന് തന്നെയാണ്. അതിന് എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഡയറക്റ്റ് വാല്യൂ ഉണ്ട്, പ്രൊഡക്റ്റീവ് വാല്യൂ ഉണ്ട്, കൺസ്യൂമർ വാല്യൂ ഉണ്ട്, അങ്ങനെ ഇൻഡയറക്റ്റ് വാല്യൂസ് ഉണ്ട്. ഇത്രയും സ്ട്രക്ചർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് എക്കോസിസ്റ്റം. ഫോറസ്റ്റ് എക്കോസിസ്റ്റമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. Forests are formed community of land plants with predominantly defined tree, shrub, climber and ground cover. Then the first part ആയിട്ട് നമ്മൾ എഴുതുക ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ്. ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിൽ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ 1, 2, 3 എന്ന് എഴുതിയാൽ മതി. ടൈപ്പ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം ആണ് ചോദിക്കുന്നത് എങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഡെലീഷ്യസ്, കോൺഫിഷ്യസ്, ട്രോപ്പിക്കൽ റെയിൻ, ഗ്രീൻ ഫോറസ്റ്റ്, എവർഗ്രീൻ ഫോറസ്റ്റ്. അതിന് മാർക്കുണ്ട്, 4 മാർക്കോളം വരും. ദെൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഒന്ന് തന്നെയാണ്. സ്ട്രക്ചർ ആയിട്ടാണ് ബയോട്ടിക് കോമ്പണൻറ്റും അബോട്ടിക് കോമ്പണൻറ്റും. അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഫങ്ഷനാണ്. ഫോറസ്റ്റ് അബോട്ടിക് കോമ്പണൻസ് ദിസ് ഇൻക്ലൂഡ് ബേസിക് ഇനോർഗാനിക്. താങ്ക് യു. എല്ലാവരും പഠിച്ച് പരീക്ഷ എഴുതുക.